നമസ്കാരം, ഞാൻ വിനീഷ് രോഗിണി. നമ്മുടെ കയ്യിലുള്ള 100, 200, 500 രൂപയൊക്കെ വളരെ പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റം ബേസ് ചെയ്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വലിയ തുകകളായിട്ട് മാറും. ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, SIP എന്ന ചുരുക്കനാമത്തിലാണ് ഇത് അറിയപ്പെടുക. അപ്പൊ എന്താണ് SIP? 500 രൂപ നിക്ഷേപിച്ച 10 വർഷം കൊണ്ട് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. SIP എന്ന് പറയുന്നത് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയിട്ട് ഐ തിങ്ക് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇന്നും SIP എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ആൾക്കാരുണ്ട്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇഷ്ടം തൊട്ടടുത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാനും കുറച്ച് സ്വർണം വാങ്ങിച്ചു വെക്കാനും ബാങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് RD, FD ഒക്കെ ഇടാനാണ്. ഇന്നും പോസ്റ്റ് ഓഫീസിൽ പോലും നിക്ഷേപിക്കാൻ പേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള 100% നമ്മുടെ പൈസക്ക് ഗ്യാരണ്ടിയുള്ള ഒരേ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസാണ്. ബാങ്ക് പോലും നമുക്ക് അത്രയും സേഫ്റ്റി തരുന്നില്ല. അപ്പൊ എന്നിട്ട് പോലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഓർക്കുക, ഇത്തരത്തിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ കോണ്ടന്റുകളായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് SIP യെ കുറിച്ചാണ്. എന്താണ് SIP? ഇന്ന് തന്നെ നമുക്ക് സമ്പാദ്യശീലം തുടങ്ങാനുള്ള എളുപ്പത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്നു. ഈ SIP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാസാമാസ SIP, മന്ത്ലി SIP എന്ന് പറയും. അതേപോലെ തന്നെ ഇയർലി SIP, ഇയർലി എല്ലാ വർഷവും നമ്മൾ ഇടുക. അതിന് ഡെയിലി SIP ഉണ്ട്, ഡെയിലി നിക്ഷേപിക്കുക. വീക്കിലി SIP ഉണ്ട്, വീക്കിലി ഓരോ തവണയായിട്ട് നിക്ഷേപിക്കുക. അത് കൃത്യമായിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും. ആ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് നിക്ഷേപിക്കുക. ഇനി അടുത്ത ഇപ്പോൾ ഒരു SIP നിക്ഷേപിച്ചു, വീക്കിലി നിക്ഷേപിച്ചു, ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത 500 രൂപയാണ് അടുത്ത വർഷം ഓരോ ആഴ്ചയും 550 വെച്ച് ചെയ്യുന്നുണ്ട്. അതിന് സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയും. സ്റ്റെപ്പ് അപ്പ് കുറച്ചുകൂടി നമ്മൾ പതിയെ മേളിൽ കൂടും. നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് പതിയെ കൂടുന്ന സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറയും. നോർമൽ SIP കൃത്യമായിട്ടുള്ള ഒരു ഫിഗർ, ഒരു സ്പെസിഫൈഡ് ഫിഗർ എല്ലാ മാസങ്ങളിലും നിക്ഷേപിച്ചു പോകുന്നതിനാണ് SIP എന്ന് പറയുന്നത്. അത് മാസമാവാം, ദിവസമാവാം, ഒരു വീക്ക് ആവാം, ഇയർലി ആവാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ കൃത്യമായിട്ട് ഇടവേളകൾ ഒരേ തുക നിക്ഷേപിച്ചിട്ട് പോകുന്നു. അടുത്താണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ചെറിയ തുകകൾ പോലും വലിയ ലാഭമായിട്ട് മാറുന്നു. അപ്പൊ ഈ SIP നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ ഒരു SIPയുടെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ഒരു നിക്ഷേപവും രണ്ടാമത്തെ നിക്ഷേപവും. ഇപ്പൊ ഇത് ഈ മാസം നിക്ഷേപിച്ചു, അടുത്ത മാസം അടുത്ത 500 രൂപ അടുത്ത മാസം നിക്ഷേപിക്കുക. അപ്പൊ ഈ ആദ്യത്തെ 500 രൂപയും അതിന്റെ ഒരു മാസം നമുക്ക് ആ SIPന്ന് കിട്ടുന്ന വരുമാനമുണ്ട്. ആ വരുമാനവും അടക്കമാണ് പിറ്റത്തെ മാസത്തിലേക്ക് നിക്ഷേപമായിട്ട്, പുതിയ നിക്ഷേപമായിട്ട് പോവുകയാണ്. ഓരോ മാസത്തെ നിക്ഷേപവും അതിന്റെ റിട്ടേണും കൂടിയിട്ട് അടുത്ത മാസം ആവുമ്പോൾ, അടുത്ത ഇടവേള ആവുമ്പോഴേക്കും പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിന്റെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റും ചേർന്നിട്ട് അടുത്ത മാസം വീണ്ടും നിക്ഷേപിക്കുകയാണ്. ഓട്ടോമാറ്റഡ് ആണ്, ഇത് ഓട്ടോമാറ്റഡ് പ്രോസസ്സാണ്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ പണം വളരെ വേഗത്തിലാണ് നമുക്ക് വലുതായിക്കൊണ്ടിരിക്കുന്നത്. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയും. പിന്നെ ഡിസിപ്ലിൻ, പണം ലഭിക്കാനുള്ള അച്ചടക്കം മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇത് കുറേ സമയത്തിൽ മാത്രമേ വർക്കൗട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു മാസത്തിലോ 2 വർഷത്തിലോ ഒന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തു. മിനിമം ഒരു 5 വർഷം മുതൽ ഒരു 20 വർഷമൊക്കെ ആകുമ്പോഴേ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു 3000 രൂപ വെച്ച് നിക്ഷേപിക്കുന്ന ആൾക്കാർ പോലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കോടികളായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് SIP കാൽക്കുലേറ്ററുകൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിലൊക്കെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്താണ് ഈസി എൻട്രി. ഒരു 500 രൂപ 100 രൂപയിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ SIP. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെ തരം SIPകൾ ഉണ്ടെന്ന്. ഇക്വിറ്റി SIP ഉണ്ട്, ഡെപ്റ്റ് SIP ഉണ്ട്, ഹൈബ്രിഡ് SIP ഉണ്ട്, ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്. അതായത് ഓഹരി ഫണ്ട് നിക്ഷേപിക്കുന്നതിന് ഇക്വിറ്റി എന്നോ ആൻഡ് ഡെപ്റ്റ് SIP സ്ഥിര നിക്ഷേപങ്ങളെക്കാൾ മികച്ച ലാഭം കിട്ടുന്നതാണ്, കുറഞ്ഞ റിസ്ക് ഉള്ളതാണ് ഡെപ്റ്റ് SIP. ആൻഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഓഹരി കടപ്പത്രങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്ന പ്രോസസ്സാണ്. ഇൻഡെക്സ് എന്ന രാജ്യത്ത് മികച്ച കമ്പനികളിൽ വളരെ കുറഞ്ഞ ചെലവിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇങ്ങനെ ഇൻഡെക്സ് ഫണ്ട്, ഡെപ്റ്റ് ഫണ്ട്, ഇക്വിറ്റി ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ഫണ്ടുകളുണ്ട്. ഇതിലൊക്കെ നമുക്ക് നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം ഈ SIPയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന തുകയുണ്ടല്ലോ, നമ്മളല്ല ഇത് മാനേജ് ചെയ്യുന്നത്. ഇത് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഞാനൊരു നിപ്പോൺ കമ്പനിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിനെ കുറിച്ച് പറഞ്ഞു തന്നു. ക്വാണ്ടോ നിപ്പോണോ പറഞ്ഞു തന്നപ്പോൾ ഇത് ക്വാണ്ടിനെ കുറിച്ചും കേട്ടിട്ടില്ല, നിപ്പോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഭയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഫണ്ടുകളിലേക്ക് നിങ്ങൾ പോകണ്ട. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് ബാങ്ക് ആണല്ലോ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ബാങ്കിന് വിശ്വാസമാണല്ലോ നിങ്ങൾക്ക്. അപ്പൊ ബാങ്ക്
ബാങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാനറ ബാങ്ക്, SBI ഒക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവും. നേരെ കാനറ ബാങ്കിൽ പോവുക അല്ലെങ്കിൽ SBIയിൽ പോവുക, അവിടുത്തെ മാനേജറിനോട് പറയാം എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, SIP ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ ആപ്പിൽ തന്നെ SIP ഉണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. അവിടെ തന്നെ ബാങ്കിന്റെ തന്നെ ഫണ്ട് ഉണ്ടാവും. ആ ബാങ്കിന്റെ തന്നെ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ഫണ്ട്, ഇക്വിറ്റി ഫണ്ട് ഒക്കെ ഉണ്ടാവും, ഡെപ്റ്റ് ഫണ്ട് ഒക്കെ. അത് നോക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ നമുക്ക് പറ്റും. പല തരത്തിലുള്ള ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇക്വിറ്റി ഫണ്ടുകളൊക്കെ ഉള്ളത്. സ്മോൾ ക്യാപ്പ് ഉണ്ട്, ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്, അങ്ങനെ പല ക്യാപ്പുകളുണ്ട്. അപ്പൊ ഇതിനെ നോക്കിയിട്ട് നമുക്ക് ഏത് ഫണ്ടിലും നിക്ഷേപിക്കാം. അപ്പൊ കുറച്ചുകൂടി ബെസ്റ്റ് എന്ന് പറഞ്ഞത് ഫ്ലെക്സി ക്യാപ്പുകളാണ്. പക്ഷേ ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാനറ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാനേജർ നിങ്ങൾ 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 2,500 ഇതിലിട്ടോളൂ, സ്മോൾ ക്യാപ്പിൽ ഇട്ടോളൂ. അപ്പോൾ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെവലിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാർജ് ക്യാപ്പാണ്. അതേപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ടാണ്, അവരുടെ ക്യാപിറ്റൽ മൊത്തത്തിൽ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ തരംതിരിക്കുന്നത്. അതേപോലെ തന്നെ മിഡ് ക്യാപ്പ് കമ്പനികളുണ്ട്. ഇപ്പൊ സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കമ്പനികളായിരിക്കും. പിന്നെ നമ്മുടെ ഫണ്ടൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളല്ല നിക്ഷേപിക്കുന്നത്, ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ ഫണ്ട് മാനേജേഴ്സ് ആണ് നിക്ഷേപിക്കുന്നത്. ആ ഫണ്ട് മാനേജേഴ്സ് ഏതാണോ നമ്മൾ SIPയിൽ നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഫണ്ട് കമ്പനികൾക്ക് തന്നെ ഒരു ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്, അവരായിരിക്കും ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെ തുടങ്ങാം? ജസ്റ്റ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഈ ബാങ്കുകളുടെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് തന്നെ ഇതിന്റെ ഓപ്ഷൻ ഉണ്ട് SIP ഇൻവെസ്റ്റ് ചെയ്യാനുള്ള. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടികളെ കോൺടാക്ട് ചെയ്യുക. തേർഡ് പാർട്ടി ഉണ്ട്, ഗ്രോ പോലുള്ള കമ്പനികൾ, ഇവരൊക്കെ ബ്രോക്കേഴ്സ് ആണ്. സീറോദ, അപ്സ്റ്റോക്സ് പോലുള്ള കമ്പനികളുണ്ട്, ആലീസ് ബ്ലൂ പോലുള്ള കമ്പനികൾ, ഇവരൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഈ ഡയറക്റ്റ് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തന്നെ ഉണ്ട്. SIP പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. നിപ്പോൺ, കോണ്ട് ഇതിലൊക്കെ ഡയറക്റ്റ് നിക്ഷേപിക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം KYC പൂർത്തിയാക്കുക എന്നാണ്. നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ആണ് ഈ ഫണ്ട് മാസം മാസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതുകൂടി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റിൽ ഫണ്ട് പോകും. നമ്മൾക്ക് ആ ഡേറ്റ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ഏത് ഡേറ്റ് വേണമെന്ന്. അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോകും. ആ എമൗണ്ട് അവിടെ എപ്പോഴും ഉണ്ടാവണം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ 500 രൂപ നമ്മൾ നിക്ഷേപിച്ച് എന്ത് കിട്ടുന്നു? ഇപ്പൊ ലാഭവിഹിതത്തെ കുറിച്ച് നമുക്ക് നോക്കാം. 500 രൂപ 10 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് നിക്ഷേപം വരുന്ന 60,000 രൂപയാണ്. നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് കിട്ടുന്നത് 1,16,165 രൂപയാണ് 10 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അത് 12% CGR നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. നമുക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഇപ്പൊ സ്മോൾ ക്യാപ്പ് ഒക്കെ ആണെങ്കിൽ 20% കിട്ടുന്നുണ്ട്. നിപ്പോണിന്റെയും കോണിന്റെയും അല്ലെങ്കിൽ കാനറ ബാങ്കിന്റെ HDFCന്റെ ഒക്കെ 20% ഒക്കെ കിട്ടുന്ന ഫണ്ടുകളുണ്ട്. അതിൽ വേണം നമുക്ക് അതിൽ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. ഇതിപ്പോ ഒരു 1% മന്ത്ലി എന്നുള്ള രീതിയിൽ ഇയർലി 12% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോലും 1,16,165 കിട്ടും. ലഭിക്കുന്ന ഏകദേശ ലാഭം എന്ന് പറഞ്ഞാൽ 56,165 രൂപയാണ്. ഇത് നിങ്ങളുടെ പണം ഏകദേശം ഇരട്ടിയാവും. ഇനി അടുത്ത കുറച്ചുകൂടി നാൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ എമൗണ്ടും അതിന്റെ റിട്ടേണും എല്ലാം അടക്കമാണ് പിന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. എല്ലാ മാസവും അതിന്റെ റിട്ടേൺ അടക്കമാണ് പിറ്റത്തെ മാസം വർക്ക് ചെയ്യുന്നത്. നമ്മൾ പലിശയുടെ പലിശ, കൂട്ടുപലിശ അങ്ങനെ കേട്ടിട്ടില്ലേ? അതേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. പലിശയായിട്ടുള്ള ആക്ട് ചെയ്യുന്നത് റിയൽ പ്രോഫിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഇത് നിക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് ആ ലാഭത്തിന്റെ വിഹിതമാണ് തരുന്നത്. റിയലി പ്രോഫിറ്റ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇനി സുരക്ഷയും മേൽനോട്ടത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം സുരക്ഷിതമാണ്. സെബിയുടെ അണ്ടർ കൺട്രോളിലാണ് ഈ പറഞ്ഞ കമ്പനികളെല്ലാം വർക്ക് ചെയ്യുക, ഇന്ത്യയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെബിയുടെ റെഗുലേഷൻസ് കാര്യങ്ങളുണ്ട്. ഓരോ ഫണ്ടുകൾക്കും അവരുടെ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, അതിനനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഏകദേശം സെബിയുടെ കൺട്രോൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ തീർച്ചയായിട്ടും അതിനെ ബാധിക്കും. എന്നിരുന്നാലും ലോങ് ടേം വിഷനിലൂടെ റൺ ചെയ്യുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. ഓഹരി വിപണിയിൽ നഷ്ടത്തിലേക്ക് താഴ്ത്ത് പോകുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റുകൾ പിറ്റത്തെ മാസം നമുക്ക് പർച്ചേസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നീട് അത് റിക്കവർ ആകുമ്പോഴേക്കും നമുക്ക് വലിയ പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തും. AMFI മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ നിയന്ത്രിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ടീമാണ്. അതുപോലെ റെഗുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ് ELSS വഴി ടാക്സ് ലഭിക്കാം. ഒരുപാട് ELSS ഫണ്ടുകളുണ്ട്, അതിൽ ചെയ്യാനും നിങ്ങൾക്ക് ടാക്സ് ലഭിക്കാനും പറ്റും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പണം പിൻവലിക്കാൻ പറ്റും. നമുക്ക് ക്ലോസ് ചെയ്തിട്ട് എപ്പോൾ വേണം നമുക്ക് വിഡ്രോ ചെയ്ത് എടുക്കാൻ നമുക്ക് പറ്റും മുഴുവൻ എമൗണ്ടും. മാറ്റങ്ങൾ തുടങ്ങുന്നത് ചെറിയ ചുവടുകളിൽ നിന്നാണ്. ഇന്ന് തന്നെ നിക്ഷേപം തുടങ്ങുക. നാളത്തെ സമ്പാദ്യം ഇന്നത്തെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ 30,000 ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 10,000 5,000 രൂപ നിക്ഷേപിക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ ഞാനടക്കം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ഞാനടക്കം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കേട്ട് നിങ്ങൾ ഞെട്ടും. 365 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മാസം, വെറും 365 രൂപ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും എത്ര ചെറിയ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ആ എമൗണ്ട് ആണ് നമ്മൾ ആദ്യം പഠിക്കുക. ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടും, അതല്ല എന്ത്
കിട്ടുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നിക്ഷേപിക്കുക എന്നതിനെ കുറിച്ച്, ഒരു പ്രോസസ്സിനകത്തേക്ക് എൻട്രി ചെയ്യുക. അതാണ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് പതിയെ കയറി വരാൻ പറ്റും. ഈ എൻട്രി ചെയ്യാതെ വലുത് നിക്ഷേപിച്ച് വലുത് കിട്ടണം എന്ന ആഗ്രഹം, കിട്ടുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓർത്തു നോക്കുക, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 5, 10, 15 വർഷമായിട്ടുള്ള വ്യക്തികൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടാവും. 5, 10, 15 വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട് കേട്ടിട്ട് ഇന്ന് വരെ ഒരു 100 രൂപ പോലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അന്ന് ആ 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ പോലും വലിയൊരു എമൗണ്ട് ആയി മാറും. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 10-15 വർഷം, ഇന്ന് വരെ 1 രൂപ പോലും മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ SIP ആയിട്ട് നിക്ഷേപിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് 100 രൂപ, 500 രൂപ, 1000 രൂപ ഈസിയായിട്ട് നിക്ഷേപിക്കായിരുന്നു. അദ്ദേഹത്തിന് എന്നും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഇത്ര സാലറി ഉണ്ട്, 45,000-50,000 സാലറി ഉണ്ട്, അപ്പൊ എനിക്കൊരു 15,000 ഇടണം, 10,000 രൂപ ചെയ്യണം എന്നൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് പറയാം. ഒരിക്കലും നടക്കില്ല. ഞാൻ എന്നും അദ്ദേഹത്തോട് പറഞ്ഞ ഒരു 500 അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ ചെയ്യും, ഏറ്റവും കൂടുതൽ 1000 രൂപ, ഒരു 500 രൂപ ചെയ്യും എന്ന് പറയും. ഞാൻ 365 രൂപ ചെയ്യുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അതുപോലെ കേൾക്കാൻ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ആ 365 രൂപ ലക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു വലിയൊരു സമ്പാദ്യമായി മാറി. വെറും 365 രൂപയാണ് ലക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വലിയ വലിയ തുകകളെ കാത്തിരിക്കുക, ചെറുതും തുടങ്ങുക, പതിയെ ഗ്രാജുവലി അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് മാറ്റുക. ഒരു 500 ചെയ്യുന്നെങ്കിൽ അടുത്ത വർഷം 600 ആക്കുക, പിറ്റേ വർഷം 700 ആക്കുക, പിറ്റേ വർഷം 800 ആക്കുക, പതിയെ കൂട്ടിക്കൊണ്ടുവരിക. ഇനി അടുത്ത വർഷം കൂടുതൽ വരുമാനം 500, 1000 ആക്കിയിട്ട് മാറ്റാം. അപ്പൊ ഇങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോ വരും ദിവസങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് ഇതൊന്നും അറിയാത്ത ഭൂരിഭാഗം പേരും ഉണ്ടാവും. അവർക്കൊക്കെ വാട്സാപ്പിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.